إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് നമ്മ ഓരോരുത്തരെയും സൃഷ്ടിച്ചു എന്ന കൃത്യമായ ബോധ്യമുള്ള അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഉടനീളം പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൃപ്തിക്ക് എതിരാകുന്ന അവന്റെ അനിഷ്ടം കരസ്ഥമാക്കാൻ കാരണമാകുന്ന അവന്റെ കോപത്തിനും ദേഷ്യത്തിനും കാരണമായേക്കാവുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ ഇഷ്ടപ്പെടാത്ത വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സംസാരങ്ങളും അത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന, അവന്റെ ദേഷ്യത്തിന് കാരണമാകുന്ന, അവന്റെ ശിക്ഷ ലഭിക്കാൻ കാരണമായേക്കാവുന്ന വിഷയങ്ങൾ പ്രധാനമായും 3 തരത്തിൽ വേർതിരിക്കാൻ സാധിക്കും. 3 ഇനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഇനം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ ഇനങ്ങളുമായി, ആ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി തൗബ ചെയ്യാതെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആഖിറത്തിൽ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ വിഭാഗത്തിലെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ഒരു കാലത്തും പുറത്തു തരികയില്ല. അവൻ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുകയോ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ചില തിന്മകൾ ഉണ്ട്. മറ്റൊരു തിന്മകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമുക്കും ഇടയിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ പടപ്പുകളും നമ്മൾക്കും ഇടയിലുള്ള തിന്മകൾ. അത്തരം തിന്മകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ആ തിന്മകളിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ, ആ ഹക്കുകൾ, ആ അവകാശങ്ങൾ കൊടുത്തു തീർക്കുന്നത് വരേക്കും ഈ രണ്ടാമത്തെ വിഭാഗം തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ വിഭാഗം, അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില അടിസ്ഥാന മര്യാദകൾ, ആ മര്യാദകൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾക്ക് ആ മൂന്നാം വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നൊരവസ്ഥയിൽ, ആ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത അവസ്ഥയിൽ നമ്മൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിച്ചേക്കും. ഈ ഒരു വിഷയം ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, നമ്മൾക്ക് നമ്മുടെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കലും പഠിക്കലും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾക്ക് നിർബന്ധമാകുന്ന കാര്യമാണ്. നമുക്കറിയാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു ഖുർആനിൽ പറയുന്നത്, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഇബാദത്ത്? നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യമായ ഈ ഇബാദത്ത് എന്താണ്? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഇബാദത്ത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യാം. അള്ളാഹു ഇഷ്ടമുള്ള വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുക. നമ്മൾ സംസാരിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുക. നമ്മൾ സംസാരിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇതാണ് ഇബാദത്ത്. ഇഷ്ടമുള്ളത് ചെയ്യുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. നമ്മുടെ ഇഷ്ടമല്ല, നാട്ടുകാരുടെ ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചുരുക്കം. ഒരു മുസ്ലിം അവൻ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവൻ, സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ അവൻ ജീവിക്കേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമാണ്. അവൻ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടതും അത് വേണമെന്ന് തീരുമാനിക്കേണ്ടതും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഈ 3 വിഭാഗം തിന്മകളെ സംബന്ധിച്ചും അപകടങ്ങളെ സംബന്ധിച്ചും വളരെ ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാലത്തും പുറത്തു തരാത്ത തിന്മകളാണ്. അതിലേറ്റവും പ്രധാനമായി വരുന്നത് ഒരാളെ അവന്റെ ദീനിൽ നിന്ന് പുറത്തു പോകും എന്ന് പഠിപ്പിച്ചെന്ന തിന്മകളാണ്. ഒരു മുസ്ലിമിനെ അവന്റെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും എന്ന് പഠിപ്പിച്ചെന്ന ഒരുപാട് തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം തിന്മകൾ അതിലേതെങ്കിലും ഒന്ന് പ്രവർത്തിക്കുകയും ആ ഒരു അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യാതെ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിർക്ക് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ മറ്റ് പലർക്കും ഉണ്ടെന്നുള്ള വിശ്വാസം, അതിനനുസരിച്ച് അവരോടുള്ള തേട്ടം, അവർക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് നൽകുന്ന ഇബാദത്തുകൾ, ഇതെല്ലാം ഈ കാര്യങ്ങളിൽ ഈ ഒരു വിഭാഗത്തിൽ ഏറ്റവും ഒന്നാമത് വരുന്ന വിഷയമാണ്. ഈ ഷിർക്കിൽ ഏതെങ്കിലും ഒരു അംശവുമായി, ഷിർക്കിന്റെ ഏതെങ്കിലും ഒരു വിഭാഗവുമായി ഒരു മുസ്ലിം, അവൻ മുസ്ലിമല്ല, അവൻ റബ്ബിനെ തൗബ ചെയ്യാതെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു കിടക്കുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതുപോലെ വേറെ ഒരുപാട് തിന്മകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹുവിനെയോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ചീത്ത വിളിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെയോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ചീത്ത വിളിക്കുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അള്ളാഹുവിനെ ഏതെങ്കിലും മുസ്ലിം ചീത്ത വിളിക്കുവോ നമ്മൾ ചിന്തിക്കും. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചീത്ത വിളിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പഠിപ്പിച്ചെന്താ? ആദമിന്റെ മകൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? കാരണം അവൻ കാലത്തെ കുറ്റം പറയാം. ഞാനാണ് കാലം, അതിനെ നിയന്ത്രിക്കുന്ന, രാവും പകലും മാറ്റിമറിക്കുന്നത് ഞാനാണ്. ആ കാലത്തെ കുറ്റം പറയുമ്പോൾ അതുകൊണ്ട് ആ കുറ്റം ആരിലേക്ക് എത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. അള്ളാഹുവിനെ കുറ്റം പറയുന്നത് പോലെ കാലത്തെ കുറ്റം പറയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നടത്തപ്പെടാവുന്ന ആഘോഷം, അള്ളാഹുവിനൊരു സന്താനം, മകൻ ജനിച്ചു എന്നതിന്റെ പേരിലുള്ള ആ മകൻ ജനിച്ചതിലുള്ള സന്തോഷം, ജന്മദിനം കൊണ്ടാടുക. അള്ളാഹുവിനൊരു മകൻ ജനിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നതിൽ ഏറ്റവും വലിയ ചീത്ത വിളിയാണ്. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹുവിനൊരു മകൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കുടുംബമായി, ഭാര്യയും മക്കളായി, അള്ളാഹുവിന് ഉപമ പറയല്ല, നമുക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം. നമ്മളൊരു ഭാര്യയും മക്കളും നമ്മുടെ കുടുംബത്തിൽ സമാധാനമായി കഴിഞ്ഞു പോകുന്ന സമയത്ത് വേറെ ഏതോ ഒരു നാട്ടുകാരിൽപ്പെട്ട ഒരാൾ എവിടെന്നോ ഒരു കുട്ടിനെയും കൊണ്ടുവന്നിട്ട് പറയുന്നത് ഇത് നിങ്ങളുടെ മകനല്ലേ എന്ന് പറയും. നമുക്ക് എത്ര വിഷമം ഉണ്ടാവും, എത്ര ദേഷ്യം ഉണ്ടാവും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഈ പറയുന്ന ഈ ചീത്ത വാക്ക്, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെടാനുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, ആ ലക്ഷ്യങ്ങൾ എണ്ണി പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു ലക്ഷ്യം വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് തന്നെ
അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വീകരിച്ചിട്ടുണ്ട്, അവന് മകൻ പിറന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ തന്നെ അള്ളാഹു അവതരിപ്പിച്ചെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ആ ഒരു ആഘോഷത്തിന്റെ ഭാഗവാക്കാകാൻ സാധിക്കുക? അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖാലു ഇത്തഖദ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ. അള്ളാഹു റഹ്മാനായ റബ്ബ് ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞവരോട് അള്ളാഹു പറയുന്നത് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, വളരെ വൃത്തികെട്ട വാക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ഈ ഒരു വാക്ക് കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. അത്രയും ഗുരുതരമായ വാക്കാണ്. അതുപോലെ തന്നെ ഭൂമിയെ സംബന്ധിച്ചും പർവ്വതങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് കാരണത്താൽ ഇതെല്ലാം പൊട്ടിത്തകരാറായിട്ടുണ്ട് എന്ന് പറയുമാറ് അത്രയും കഠിനമായ, അള്ളാഹുവിന് അത്രയും ദേഷ്യമുള്ള ഒരു വാക്കാണ് ഈ വാക്ക്. ഈ വാക്കിന്റെ വക്താക്കൾ ആഘോഷിക്കുന്ന ആഘോഷത്തിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഭാഗവാക്കാകാൻ സാധിക്കുക? എന്ത് പേര് പറഞ്ഞിട്ടാണ് ഭാഗവാക്കാകാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുന്നൊരു വാക്കാണ്, ഒരു ആശയമാണ്. ആ ആശയത്തിൽ ഒരു തരത്തിലും ഒരു മുസ്ലിം ഭാഗവാക്കാകാനോ സഹകരിക്കാനോ പാടില്ല. അല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഓതുന്ന ഒരു മുസ്ലിം അള്ളാഹു ഏകനാണ്, അവൻ ഏകനാണെന്ന് പറഞ്ഞാൽ അവന് ആ എന്തില്ല, മനുഷ്യരെ പോലെ ഇണയില്ല, തുണയില്ല, എന്നുവെച്ചാൽ ഭാര്യയില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരന്മാരില്ല, മക്കളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അഹദ് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥമാണ്. അള്ളാഹു സമദ്, അള്ളാഹു എല്ലാവരിൽ നിന്നും നിരാശ്രയനാണ്, ഒരാളുടെ ആവശ്യം അവനില്ല. പിന്നെ അവന് മകന്റെ ആവശ്യം എന്താണ്? ഒരു സാധാരണ ഒരു സൃഷ്ടിക്ക് മകന്റെ ആവശ്യം, അതുപോലെ തന്നെ അവന്റെ പിന്മുറക്കാരുടെ ആവശ്യമുണ്ട്, പലതരത്തിലുണ്ട്. പ്രായമാകുന്ന സന്ദർഭത്തിലും അവന്റെ ജീവിതത്തിന് ശേഷമൊക്കെ പലതരത്തിൽ അവൻ അവന്റെ മക്കളിലേക്കും കൂട്ടുകാരിലേക്കും നാട്ടുകാരിലേക്കൊക്കെ അവൻ ആവശ്യക്കാരനാണ്. പക്ഷെ അസ്സമദായ, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ടെന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരാത്ത ഗുരുതരമായ, അള്ളാഹുവിന്റെ മേൽ പറയുന്ന ഒരു കളവാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്ത വേറെ ഒരുപാട് തിന്മകളുണ്ട് ഇത്തരം ഈ വിഷയത്തിൽ. അതിൽപ്പെട്ടതാണ് ദീനിന്റെ വിഷയങ്ങളെ, ഒരു കാര്യം ദീനിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കാര്യത്തെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. ഒരു കാര്യം അത് ദീനിൽ സ്ഥിരപ്പെട്ടതാണ്, അത് ദീനിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലായതിനു ശേഷവും ആ കാര്യത്തെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. അതുപോലെ പല വിഷയങ്ങളും ഈ ഒരു വിഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത് അവന്റെ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന തിന്മകളാണ്, അവന്റെ പടപ്പുകൾക്കിടയിൽ ഉണ്ടാവുന്ന തിന്മകൾ. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരോട് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കേണ്ട ഹക്കുകളിൽ വീഴ്ച വരുത്തുക. സാമ്പത്തികമായി അവന്റെ പല സമ്പത്തും നമ്മൾ അപഹരിക്കുകയാണ്, അല്ലെങ്കിൽ ശാരീരികമായി നമ്മൾ പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ, അവന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പല സംസാരങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തരി പോലും ആ വിഷയത്തിൽ വിട്ടുകൊടുക്കൂല. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദായ, യുദ്ധത്തിൽ ജിഹാദിൽ പങ്കെടുത്ത് മരണപ്പെട്ടു പോയ വ്യക്തി, ആ വ്യക്തിക്ക് പോലും എല്ലാ തിന്മകളും പുറത്തു കൊടുക്കും, ഇല്ലദ്ദൈൻ, കടമൊഴിച്ച്. കടം എന്നുള്ളത് ഇവനും റബ്ബുമായിട്ടുള്ള ഇടപാടല്ല, ഇത് ഇവനും റബ്ബിന്റെ മറ്റ് പടപ്പുകളായിട്ടുള്ള ഇടപാട്. അത് അവൻ പൂർത്തീകരിക്കാതെ ആ ഒരു തിന്മ റബ്ബ് പുറത്തു തരൂല. നമ്മളും റബ്ബിന്റെ മറ്റ് പടപ്പുകളും തമ്മിലുള്ള തിന്മകൾ അത് വളരെ ഗൗരവമുള്ള ഭാഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു അറാഖിന്റെ കഷ്ടം പോലും, ഹദീസുകൾ കാണാം, അതുപോലും അവിടെ എന്ത് ചെയ്യും? ഓരോ അമലിലേക്ക് ഏറ്റവും അധികം ആവശ്യക്കാരായി നിൽക്കുന്ന ആഖിറത്തിൽ, ആ രംഗത്തിൽ, മഹ്ശറിൽ ഓരോരുത്തരും അവരവരുടെ ഹക്കുകൾ ഒരു തരി പോലും വിട്ടുതരൂല, ഒരു തരി പോലും വിട്ടുതരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ദുനിയാവിൽ വെച്ച് അന്യായമായി
കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ ഒരു കുത്തിയിട്ടുണ്ടെങ്കിൽ ആ 2 ആടുകളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് ഈ കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് കൊടുത്തിട്ട് കുത്തിയാടിനെ തിരിച്ചു കുത്താൻ പോലും അതുപോലും അള്ളാഹു വിട്ടുതരികയില്ല. സൃഷ്ടികൾക്കിടയിലുള്ള ഹക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തരി പോലും വിട്ടുതരൂല. അല്ലെ, ഇന്നിപ്പോ നമ്മുടെ ഭാര്യയായിരിക്കും, എന്റെ മക്കളാണ് എന്നൊക്കെ നമ്മൾ കരുതുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ നമുക്ക് എതിരാവും. അവർക്ക് കൊടുത്തു തീർക്കേണ്ട ഹക്കുകൾ കൊടുത്തു തീർക്കാത്തവരാണ് നമ്മളെങ്കിൽ ആ ഹക്കുകൾ ഓരോന്നും അവർ നമ്മളോട് ചോദിച്ചു വാങ്ങിക്കും. ഒരു തരി പോലും വിട്ടുതരൂല. അത് നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, വാപ്പയായിക്കോട്ടെ, കുടുംബ ബന്ധു മിത്രാദികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, പടപ്പുകൾക്കിടയിലുള്ള ഹക്കുകൾ വളരെ ഗൗരവമുള്ള വിഷയം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അതദ്റൂന മനിൽ മുഫ്ലിസ്, സ്വഹാബത്തെ നിങ്ങൾക്ക് പാപ്പരായവൻ എന്ന് വെച്ചാൽ ആരാണെന്ന് അറിയാമോ ചോദിക്കും. സ്വഹാബത്ത് പറയുന്ന അൽ മുഫ്ലിസു മിന്ന മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ, ഞങ്ങളുടെ ഇടയിൽ പാപ്പരെന്ന് വെച്ചാൽ ദിർഹമും ദീനാറും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങൾ പാപ്പരെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിക്കുള്ള പാപ്പരെന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിൽ ഒരാൾ വരും. അവൻ വരുന്ന സമയത്ത് അവന്റെ കൂടെ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ തിഹാമ പർവ്വതം കണക്കെന്ന ഹദീസിലുള്ളത് വലിയ പർവ്വതത്തിന്റെ അളവിൽ അവന് സ്വാലിഹായ അമലുകൾ ഉണ്ടാവും. ഈ അമലുകളുമായി ഇവൻ ഖിയാമത്ത് നാളിൽ വരും. പക്ഷേ ഇവന് പലർക്കും പല ഹക്കുകൾ കൊടുത്തു വീട്ടേണ്ടതായി ബാക്കിയുണ്ടാവും. അത് കൊടുത്തു വീട്ടിയിട്ടല്ല അവൻ മരണപ്പെട്ടത്. ഇവൻ മറ്റവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ഇവനെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ നമീമത്ത് പറഞ്ഞിട്ടുണ്ടാവും, അവനെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ടാവും, ഇവന്റെ പേരിൽ കള്ളസത്യം ചെയ്ത് ഇവന്റെ ചരക്ക് വിറ്റഴിച്ചിട്ടുണ്ടാവും, അവനെ പറ്റിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്തിട്ടാണ് അവൻ എന്ത് ചെയ്യുക, ഈ അമലുകളുമായിട്ട് വരിക. ഈ കൊടുക്കേണ്ട ഹക്കുകൾ ഓരോന്നും ഇവന്റെ അമലുകൾ കൊണ്ട് എന്ത് ചെയ്യും, കൊടുത്തു വീട്ടപ്പെടും. എത്രത്തോളം അവന് പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ആ ഹക്ക് കൊടുക്കാത്തതിൽ അത്രയും ഇവന്റെ അമലുകളിൽ നിന്ന് അവൻ എടുത്തു കൊടുക്കപ്പെടും. അങ്ങനെ ഇവന്റെ സ്വാലിഹായ അമലുകൾ ഈ കണക്ക് തീർക്കുന്നതിന് മുമ്പ് തീർന്നു പോയി കഴിഞ്ഞാൽ ആർക്കാണോ അവകാശങ്ങൾ കൊടുക്കാനുള്ളത് അവരുടെ തിന്മകളിൽ നിന്ന് ഇവന്റെ മേൽ കെട്ടിവെക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഈ വലിയ തിഹാമ പർവ്വതം കണക്കെ സ്വാലിഹായ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന വ്യക്തി അവസാനം നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇവനാണ് ശരിയായ ഏറ്റവും പാപ്പരായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും അവനും ഇടയിലുള്ള തിന്മകൾ പോലെയല്ല അവന്റെ മറ്റ് പടപ്പുകൾ തമ്മിലുള്ള തിന്മകൾ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അവന്റെ മറ്റ് പടപ്പുകൾ തമ്മിലുള്ള തിന്മകൾ, നമ്മൾ അവരോട് ചെയ്യുന്ന വീഴ്ചകൾ, അപാകതകൾ, തിന്മകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരി പോലും വിട്ടുതരികയില്ല. ഇന്നിപ്പോ നമ്മൾക്ക് അധികാരമുണ്ടായേക്കാം, നമ്മൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായേക്കാം, അവർക്ക് ആ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു വാങ്ങിക്കാനുള്ള കഴിവോ സാമർഥ്യമോ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എല്ലാവരും സമമാകും. എത്ര സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര അധികാരമുള്ളവനാണെങ്കിലും, എത്ര സാമർഥ്യമുള്ളവനാണെങ്കിലും എല്ലാ ആളുകളും സമമായി ഒരുപോലെ റബ്ബിന്റെ അടുക്കൽ ഒരു നൂൽകഷ്ണം പോലും ഇല്ലാതെ, തുണിയില്ലാതെ, മറയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിരന്നു നിൽക്കുന്നൊരവസ്ഥ വരും. ആ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തമ്മിലുള്ള പടപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങൾ അത് പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിലെ തിന്മകൾ അതൊരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ അതിനെപ്പറ്റി വിശദമായി പഠിച്ച് അതിനെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കുവാനും, ഈ രണ്ടാമത് പറഞ്ഞ ഈ വിഭാഗം തിന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ പടപ്പുകൾക്കിടയിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത, അവന്റെ ശിക്ഷ ലഭിച്ചേക്കാൻ കാരണമാകുന്ന വിഷയങ്ങൾ 3 തരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി.
ഇതിൽ മൂന്നാമത്തെ, ഈ നേരത്തെ പറഞ്ഞതല്ലാത്ത മൂന്നാമത്തെ വിഭാഗം തിന്മകൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചില അടിസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ചില മര്യാദകൾ പാലിക്കുകയാണെങ്കിൽ ഈ തിന്മകളെ അല്ലാഹു പരിഗണിക്കുക പോലുമില്ല. എന്ന് വെച്ചാൽ ആ തിന്മകൾ അല്ലാഹു എന്ത് ചെയ്യും? അത് പുറത്തു തരും, വിട്ടുതരും. അല്ലാഹു ആ തിന്മകളുടെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയില്ല. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അല്ലാഹു പറഞ്ഞെന്താ? നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വലിയ തിന്മകൾ, വൻപാപങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വരാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ മറ്റ് തിന്മകൾ നാം നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹുവിന്റെ വാഗ്ദാനം. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, നിങ്ങളെ മാന്യമായൊരു സ്ഥലത്തേക്ക് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യാൻ, അവരുടെ മറ്റ് തിന്മകൾ അള്ളാഹു പുറത്തു തരും എന്നുള്ളതിന് അള്ളാഹു സുബ്ഹാനഹു വെച്ച കണ്ടീഷൻ ഒരേ ഒരു കണ്ടീഷനാണ്, ഒരൊറ്റ നിബന്ധനയെ വെച്ചിട്ടുള്ളൂ. അള്ളാഹു വൻപാപങ്ങളാണെന്ന നിലയ്ക്ക് പഠിപ്പിച്ചെന്ന വലിയ അപകടം പിടിച്ച തിന്മകൾ. അത് പലരും വിചാരിച്ചിട്ടുള്ളത് 7 വൻപാപങ്ങളെന്ന. 7 എണ്ണല്ല, അത് 700-ൽ പരമുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്നിട്ട്. ആ വൻപാപങ്ങളെ സംബന്ധിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മേഖലകളിൽ കടന്നു വരാൻ സാധ്യതയുള്ള വൻപാപങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരാൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അവന്റെ ബാക്കിയുള്ള തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം. അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ തിന്മകൾ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന തിന്മകൾ. ആ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുതരും, പുറത്തു തരും. പക്ഷെ അതിന് ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. ഒന്നാമത്തെ കാര്യം, തെറ്റ് പറ്റുമ്പോഴെല്ലാം തൗബ ചെയ്യുക എന്നുള്ളതാണ്. തെറ്റ് പറ്റിപ്പോയി എന്ന് മനസ്സിലായി, തെറ്റാണെന്ന് ബോധ്യം വന്നാൽ ഉടനെ തൗബ ചെയ്യാം. അത് പിന്നേക്ക് വെക്കാനോ അതിൽ തന്നെ തുടരാനോ, ഇത് ചെറിയ തെറ്റില്ലെന്ന് വിചാരിച്ച് നിസാരവൽക്കരിക്കാനോ നിന്നാൽ അപകടമാണ്. തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ തൗബ ചെയ്യാം. വീണ്ടും തെറ്റ് പറ്റിയാൽ വീണ്ടും തൗബ ചെയ്യുക. ഇത് മരിക്കും വരെ നമ്മൾക്ക് നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ശരിയായ രൂപത്തിലുള്ള തൗബയാണെങ്കിൽ എത്ര ഗുരുതരമായ തിന്മയായിക്കോട്ടെ, എത്ര ആവർത്തിച്ചിട്ടുള്ള തിന്മയായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ കൊണ്ട് ആ തിന്മകളെല്ലാം പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തരും ശരിയായ തൗബയാണെങ്കിൽ. എന്താണ് ഒരു ശരിയായ തൗബ എന്ന് പറയുമ്പോൾ? എപ്പോഴാണ് ഒരു തൗബ ശരിയായ തൗബയാവുക? നമ്മൾ പഠിക്കണം. നമുക്ക് ഓരോരുത്തർക്കും തെറ്റുപറ്റുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ എല്ലാ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തൗവാബൂൻ, ഈ തെറ്റ് പറ്റുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ തൗബ വർദ്ധിപ്പിക്കുന്നവരാണ്. തെറ്റുപറ്റുന്നവരാണ് നമ്മളെന്നിരിക്കെ നമ്മൾക്ക് എങ്ങനെയാണ് തൗബയെ പറ്റി പഠിക്കാതിരിക്കാൻ സാധിക്കുക? നമ്മളിൽ ഒരാൾക്ക് ശരിയായ തൗബ, എന്തൊക്കെ കാര്യങ്ങൾ പാലിച്ചാലാണ് ഒരു തൗബ ശരിയാവുക എന്നറിയാത്ത ഒരാളാണ് നമ്മളെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാർ വേറെ ആരുമില്ല. കാരണം തൗബ ചെയ്താൽ എല്ലാം പുറത്തിരുന്ന റബ്ബുണ്ടായിരിക്കെ നമുക്ക് തൗബ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിനേക്കാൾ നാണക്കേടുള്ള എന്ത് വിഷയം വേറുള്ളത്? അള്ളാഹു സുബ്ഹാനഹു നമുക്ക് വാഗ്ദാനം ചെയ്യാണ്, എല്ലാ തെറ്റും ഞാൻ പുറത്തു തരാം. തൗബ ചെയ്താൽ, ശരിയായ രൂപത്തിൽ തൗബ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിന്മകളും ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുമ്പോൾ നമുക്ക് തൗബ ചെയ്യാൻ അറിയില്ല. ശരിയായ തൗബ എങ്ങനെയാണ് ആവുമെന്ന് നമുക്കറിയില്ല. അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പഠിച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒരു തൗബ ശരിയായ തൗബയായിരിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായി ഉടനെ തന്നെ ആ തെറ്റിൽ നിന്ന് വിരമിക്കുക, ആ തെറ്റ് സ്റ്റോപ്പാക്കുക, നിർത്തുക, അവസാനിപ്പിക്കുക. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തൗബയില്ല. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായി ഉടനെ തന്നെ ആ തെറ്റ് നിർത്തിവെക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തെറ്റ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ചല്ലോ എന്നതിന് ആലോചിച്ച് മനസ്സിൽ വിഷമമുണ്ടാവുക, പ്രയാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ, പല ആളുകളും മുമ്പ് കഴിഞ്ഞുപോയ തെറ്റുകളെ പറ്റി ആലോചിക്കുമ്പോൾ ഇനിയും ആ കാലം വന്നിരുന്നെങ്കിൽ, അല്ലെ, നൊസ്റ്റാൾജിയ എന്ന് പറയാറുണ്ട്.
ആ തരത്തിലാണ് ഒരുത്തൻ ചിന്തിക്കുന്നതെങ്കിൽ അത് അവന്റെ തൗബ ശരിയായിട്ടില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ്, അടയാളമാണ്. അവൻ ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമവും സങ്കടവും അതിലേക്ക് അവൻ എത്തിച്ച ആളുകളോട് ദേഷ്യവും ഉണ്ടെങ്കിൽ അവന് ശരിയായ തൗബയുടെ അടയാളമാണ്, അവന്റെ തൗബ ശരിയായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞത് കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും തെറ്റുകൾ പറ്റിപ്പോയി, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റുകൾ ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം, ആ ഉറച്ച ബോധ്യം, സത്യസന്ധമായ തീരുമാനം. ആ സത്യസന്ധത റബ്ബിനറിയാം. നമ്മുടെ കൽബിൽ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത് എന്ന് റബ്ബിനറിയാം. ചില ആളുകൾക്ക് റമദാൻ വരാൻ പോവാണ് അല്ലെ, റമദാൻ എത്തിക്കഴിഞ്ഞാൽ ചില തിന്മകൾ പൗസിയ എന്ന് പറയുന്ന പോലെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. അവന്റെ മനസ്സിൽ അപ്പോഴവൻ ചിന്തിക്കുന്നത് തന്നെ റമദാൻ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങണം, എപ്പോഴാണ് ഈ റമദാൻ കഴിയുക എന്നവൻ കാത്തിരിക്കുക വീണ്ടും ആ തിന്മ തുടങ്ങാൻ. ചിലർ സിഗരറ്റ് വലിക്കലായിരിക്കും, ചിലർ സിനിമ കാണലായിരിക്കും, ഓരോരുത്തർ ഓരോ തിന്മകൾ. അങ്ങനെ ഇനിയും തുടങ്ങണം, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഒരുത്തൻ തിന്മ നിർത്തിവെക്കുന്നതെങ്കിൽ, അവൻ തിന്മ ചെയ്യാത്ത അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ പോലും ആ തിന്മയ്ക്ക് അവൻ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. അത് തൗബയല്ല. തൗബയുടെ മൂന്നാമത്തെ നിബന്ധന ആ തിന്മ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം, സത്യസന്ധമായ തീരുമാനമെടുക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ഒരു തൗബയായിത്തീരുക, ശരിയായ തൗബയ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന, നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന തൗബയായിത്തീരുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ഗുരുതരമായ തിന്മയായിക്കോട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ പുറത്തു തരും, അത് മുഴുവൻ പുറത്തു തരും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ പറയുക, എന്റെ അടിമകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ട. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം എത്രയാണ്, അതറിഞ്ഞൊരാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാവുക? അല്ലെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ നിൽക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തടവുകാരിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ അവളുടെ കുട്ടിയെ കാണാതെ, പാല് കുടിക്കുന്ന കുട്ടിയെ നഷ്ടപ്പെട്ടു പോയതിന്റെ വേവലാതിയിൽ, ബേജാറിൽ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ സ്ത്രീ എന്ത് ചെയ്യും, കുട്ടിയെ കിട്ടുമ്പോൾ ഓടിച്ചെന്ന് ആ കുട്ടിയെ എടുത്ത് മാറോടണച്ച് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നത് സ്വഹാബത്തൊക്കെ ഈ രംഗം കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയെ, ഉമ്മയും ചൂണ്ടിക്കാണിച്ചിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഈ ഉമ്മ ഈ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയും നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ഉമ്മ ഈ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയും നിങ്ങൾ കരുതുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല റസൂലേ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ ഉമ്മാക്ക് ഈ മകളോടുള്ള, ഈ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ അള്ളാഹു നിങ്ങളോട് റഹ്മത്തുള്ളവനാണ്, അള്ളാഹു നിങ്ങളോട് റഹ്മത്തുള്ളവനാണ്. അത്രയും റഹ്മത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് വേണ്ടി, തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുള്ള റഹ്മത്ത്, ആ റഹ്മത്തിന്റെ 1% ഈ ദുനിയാവിൽ മൊത്തത്തിലുള്ളൂ. ഈ ദുനിയാവിലുള്ള എല്ലാ റഹ്മത്തും നമ്മളൊന്ന് ചേർത്ത് നോക്കുക, ആലോചിച്ച് നോക്കുക. മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന റഹ്മത്ത്, സഹോദരങ്ങൾ തമ്മിൽ കാണിക്കുന്ന റഹ്മത്ത്, മൃഗങ്ങൾക്കിടയിലുള്ള റഹ്മത്ത്, അല്ലേ, തള്ളക്കോഴി പരുന്ത് വരുമ്പോൾ മക്കളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന റഹ്മത്ത്, കുട്ടിക്ക് പ്രയാസമാവെന്ന് വിചാരിച്ച് കുളമ്പടി ഉയർത്തുന്ന കുതിരയുടെ റഹ്മത്ത്, ഈ എല്ലാ റഹ്മത്തും നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കുക. ഈ ദുനിയാവിനേക്കാൾ വലിപ്പുണ്ടാവും. ആ റഹ്മത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ, അവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചുള്ള റഹ്മത്തിന്റെ 1%, 100% മാത്രം. ഇത്രയും വലിയ റഹ്മത്തുള്ള റബ്ബിന്റെ റഹ്മത്തിൽ നമ്മളെങ്ങനെ നിരാശനാവുക? നമുക്കെങ്ങനെ നിരാശനാവാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഈ പറഞ്ഞ ഈ 2 തെറ്റിന്റെ ഇനങ്ങൾ അത് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരം നിബന്ധനകൾ പാലിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് എല്ലാ തെറ്റും പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വേറെ ചില മര്യാദകൾ കൂടെ ഉണ്ട്. എന്താണ്? തിന്മ പരസ്യമാക്കാതിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കപ്പെടും അവരുടെ തിന്മകൾ, ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾ ഒഴികെ. പരസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകൾ, അവൻ ചെയ്യുന്ന തിന്മ സാധാരണ ഒരു ഹറാമായിരിക്കും, വൻപാപൊന്നും ആയിരിക്കില്ല. പക്ഷെ അവന്റെ ആ തിന്മ അവൻ പരസ്യപ്പെടുത്തിയത് കാരണത്താൽ ആ തിന്മ അവന് പുറത്തു കൊടുക്കാതായേക്കാം. ശിക്ഷ നിർബന്ധമായിട്ടും ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ അവനുണ്ടായേക്കാം, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ. ഇങ്ങനത്തെ ചില മര്യാദകളും
ഇതുപോലെ തന്നെ ഈ രണ്ട് വിഭാഗം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പുറത്തു തരും. അത് അവന്റെ റഹ്മത്ത് കാരണത്താൽ പുറത്തു തരും. അതല്ല നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചുള്ള മുസീബത്തുകൾ കാരണത്താൽ അള്ളാഹു പുറത്തു തരും. വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്, ഹത്ത ഷൗക്കത യുഷാക്കുഹ, ഒരു മുള്ളു കുത്തുന്നത് പോലും തൗഹീദുള്ള ഒരാൾക്ക്, ഈമാനുള്ള ഒരാൾക്ക് തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള കാരണമാണ്. ആഖിറത്തിൽ ചില ആളുകൾ സ്വർഗത്തിന്റെ പദവികൾ ഇങ്ങനെ കയറി പോകുന്ന കാണും. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ വേറെ ചില സ്വർഗക്കാർ പദവികൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതിന് കാണുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ആ സ്വർഗത്തിലെ പദവികൾ കിട്ടിയതെന്ന് ആലോചിക്കുക. അവർ നോക്കുമ്പോൾ എന്താ, ദുനിയാവിൽ ഇവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളെ, പട്ടിണി, മറ്റു ബുദ്ധിമുട്ടുകൾ, സൗകര്യക്കുറവ്, എല്ലാ നിലയ്ക്കും ആളുകൾ പരിഹസിക്കല്, ഇങ്ങനെ എല്ലാ നിലയ്ക്കും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പൊ അവൻ ചിന്തിച്ചു പോകും, ദുനിയാവിൽ വെച്ച് എന്റെ തോല് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നവൻ ആ സമയത്ത് ചിന്തിച്ചു പോകും. മുസീബത്തുകൾ നമ്മുടെ തിന്മകൾ പൊറുപ്പിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ നന്മകൾ അല്ലേ, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ കഫാറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജുതുനിബത്തിൽ കബായിർ. 5 നേരത്തെ നിസ്കാരം അല്ലേ, ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യാത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ് നബി അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറഞ്ഞത്. അത് നിസ്കാരത്തെ പറ്റിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. തിന്മകൾ പുറത്തു തരാൻ, നമ്മൾ നരകത്തെ രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. പക്ഷേ നമ്മൾ ആ റഹ്മത്തിന് അർഹരാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വലിയ റഹ്മത്ത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ചില ചെറിയ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഈ 1ഉം 2ഉം വിഭാഗത്തിൽപ്പെടുന്ന തിന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ഈ പറഞ്ഞ മര്യാദകൾ, തൗബകൾ വർദ്ധിപ്പിക്കുക, തെറ്റുപറ്റിയാൽ തൗബ ചെയ്യുക, പരസ്യപ്പെടുത്താതിരിക്കുക, ഇങ്ങനെയുള്ള മര്യാദകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ തിന്മകളും പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യട്ടെ, അവന്റെ റഹ്മത്ത് അത് ആ വലിയ അളവ് അളക്കാൻ സാധിക്കാത്തത്രയും വിശാലമായ റഹ്മത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും നൽകുകയും അങ്ങനെ അവന്റെ സ്വർഗത്തിൽ നമ്മൾ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബ മിത്രാദികളെയും കൂട്ടുകാരെയും പരിചയമുള്ള എല്ലാ തൗഹീദിന്റെ വക്താക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ തന്നെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ തടസ്സമാകുന്ന ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ, ചില ദീനിന്റെ മര്യാദകൾ, അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത്തരം തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ പരമാവധി ജാഗ്രത കാണിക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ